Welcome to Quantum Mechanics for PG students. First posting. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തുടക്കം 1900 ഡിസംബർ 14 ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അന്നാണ് ബെർലിനിൽ വെച്ച് ജർമ്മൻ ഫിസിക്കൽ സൊസൈറ്റിയിൽ മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഫോർമുല ഡിറൈവ് ചെയ്ത് ശാസ്ത്രലോകത്ത് അവതരിപ്പിച്ചത്. വളരെ പ്രസിദ്ധമായ E=h എന്ന് പറയുന്ന എനർജി ഇക്വേഷൻ അന്നാണ് ശാസ്ത്രലോകം ആദ്യമായിട്ട് കേട്ടത്. അതിനെ അദ്ദേഹം ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറയും. ക്വാണ്ടം എന്നുള്ളത് ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ ഗ്രേറ്റ് എന്നാണ്. അളവിൻ്റെ എത്ര അളവ് എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റായിട്ട് പിന്നീട് വളരെ പ്രസിദ്ധമായതായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ തിയറി അവതരിപ്പിച്ച ശേഷവും ഏതാണ്ട് 12 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് അദ്ദേഹം ഈ തിയറി ഫോർമുലേറ്റ് ചെയ്ത് ഡെറിവേഷനൊക്കെ ഉണ്ടാക്കിയത്. അതിനുശേഷവും അദ്ദേഹം വളരെ സ്വന്തമായിട്ട് പോലും ഇത് അംഗീകരിക്കാൻ അത്ര മനസ്സ് കാണിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം ഇതിനെപ്പറ്റി പിന്നീട് പറഞ്ഞത് an act of desperation എന്നാണ്. എന്നാൽ 1905 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിക്കുന്നതിന് വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇതേ E=h ഈ ഫോർമുല എടുത്ത് ലൈറ്റ് എനർജിക്ക് ഉപയോഗിച്ചപ്പോഴാണ് ഇതിന് പരക്കെ അംഗീകാരം കിട്ടിയത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് പിന്നീട് 1920s അങ്ങോട്ട് ഒരു ഫുൾ ഫ്ലെഷ്ഡ് തിയറിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ശാസ്ത്രലോകത്ത് സ്ഥാപിക്കപ്പെട്ടു. അത് നിരീക്ഷിക്കപ്പെടുന്ന ഒരു സിസ്റ്റവും അതിനെ നിരീക്ഷിക്കുന്ന മാർഗവും തമ്മിൽ ഗാഢമായ ബന്ധമുണ്ട്. ഒബ്സർവ്ഡും ഒബ്സർവറും അത് ഏതാണ്ട് തെളിയിക്കപ്പെട്ടു. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഗ്രോത്തിന് ഒരു പ്രധാന കാരണം. അതായത് ഒരു ബീം ഓഫ് ലൈറ്റ് ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൽ കൂടി നിരീക്ഷിച്ചാൽ അതിൻ്റെ ലൈറ്റ് വേവാണെന്ന് അസന്ദിഗ്ധമായിട്ട് പറയാൻ സാധിക്കും. ഇതേ ബീം ഓഫ് ലൈറ്റ് ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ, പൊട്ടാഷ്യം പോലുള്ള ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ വീഴുന്ന ശേഷം അത് പഠിച്ചാൽ, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കുമ്പോൾ റേഡിയേഷൻ്റെ ലൈറ്റ് ഇനി ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നിരീക്ഷിക്കുന്ന രീതി അനുസരിച്ച് ലൈറ്റ് വ്യത്യസ്ത രീതിയിൽ പെരുമാറും. അതിനാണല്ലോ നമ്മൾ ഡ്യുവൽ നേച്ചർ എന്ന് പറയുക. ഈ ഡ്യുവൽ നേച്ചർ, അതായത് പാർട്ടിക്കിളിന് റേഡിയേഷൻ പാർട്ടിക്കിൾ ലൈക്ക്, അതുപോലെ വേവ് ലൈക്ക്, ഈ രീതിയിൽ രണ്ട് രീതിയിൽ പെരുമാറുക. വേവിൻ്റെ പാർട്ടിക്കിളിൻ്റെ സ്വഭാവം അതിൻ്റെ പൊസിഷൻ വെൽ ഡിഫൈൻഡാണ്. റെസ്ട്രിക്റ്റഡ് റീജിയനിൽ അത് ഓക്യുപ്പൈ ചെയ്യുന്നു. ലോക്കലൈസ്ഡ് എന്ന് പറയും. ഒരു പാർട്ടിക്കിളിന് വ്യക്തമായി ഒരു റെസ്ട്രിക്റ്റഡ് റീജിയൺ ഉണ്ട്, വെൽ ഡിഫൈൻഡ് റീജിയൺ പൊസിഷൻ ഉണ്ട്. നേരെ മറിച്ച് വേവ് മാത്രമല്ല, പാർട്ടിക്കിളിന് വെൽ ഡിഫൈൻഡ് മൊമെൻറ്റം ഉണ്ട്. ഇപ്പോൾ മൊമെൻറ്റവും ലോക്കലൈസബിലിറ്റി, ഒരു പ്രത്യേക സ്ഥാനത്ത് ഓക്യുപ്പൈ ചെയ്യാനുള്ള കഴിവ്, ഇത് രണ്ടും പാർട്ടിക്കിളിൻ്റെ നേച്ചർ. അതായത് വേവിൻ്റെ കേസിൽ ഇത് സ്പേസിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന സ്വഭാവം. അറ്റ്ലീസ്റ്റ് ഒരു വേവ് ലെങ്ത് എത്രയാണോ അത്രയും ദൂരമെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടുക. ഒരു വേവ് ലെങ്ത് എത്രയാണോ അത്രയും റീജിയണിൽ ഇത് സ്പ്രെഡാണ് വേവ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വിരുദ്ധ സ്വഭാവങ്ങൾ പാർട്ടിക്കിളിൻ്റെയും വേവിൻ്റെയും ഇതിനെ തമ്മിൽ കൂട്ടിയിണക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പരമപ്രധാനമായ രണ്ട് ആശയങ്ങൾ. ഒന്ന് നമുക്കറിയാം, ഐൻസ്റ്റൈൻ്റെ എനർജി അസോസിയേറ്റഡ് വിത്ത് എ മാസ് എനർജി ഈക്വലൻ്റ് ഓഫ് മാസ് E is proportional to m, or E equals a constant into m. A constant is E square. So energy equivalent of a mass m is E equals mc square. ഇതുപോലെ ഡി ബ്രോഫിൻ്റെ ഒരു പാർട്ടിക്കിളിന് വേവ് നേച്ചർ അങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p. ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റം. ലാംഡ എന്ന് പറയുന്നത് വേവിൻ്റെ പ്രോപ്പർട്ടിയാണ്, മൊമെൻറ്റം എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തു ഡി ബ്രോഫ്. ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p, or lambda equals a constant into 1/p. ആ കോൺസ്റ്റൻറ്റ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റാണ്, h/p. നിങ്ങൾക്ക് പരിചയമുള്ളതായത്. ഇവിടെ പി കൂടുന്തോറും, അതായത് പാർട്ടിക്കിൾ നേച്ചർ കൂടുന്തോറും ലാംഡ കുറയും. പി കുറയും തോറും വേവ് നേച്ചർ കൂടുക. അപ്പോൾ ലാംഡ കൂടുക, അപ്പോൾ വേവ് നേച്ചർ കൂടും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ്, വേവും പാർട്ടിക്കിളും കൂടെ കണക്ട് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിൻ്റെ ഒരു ഫോം ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ എക്സ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഡെൽറ്റ എക്സ് കുറയുക എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ നേച്ചർ മോർ പാർട്ടിക്കിൾ ലൈക്ക് എന്നർത്ഥം, കൂടുതൽ ലോക്കലൈസ്ഡ് ആകുക. അപ്പോൾ മൊമെൻറ്റം കൂടും. ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് എന്നിരിക്കട്ടെ. അപ്പോൾ ഡെൽറ്റ എക്സ് കുറയുക എന്ന് പറയുമ്പോൾ ലോക്കലൈസേഷൻ കൂടുക, കൂടുതൽ പാർട്ടിക്കിൾ നേച്ചർ അത് കാണിക്കുന്നതെന്നർത്ഥം. അപ്പം മൊമെൻറ്റവും കൂടും. നേരെ മറിച്ച് ഡെൽറ്റ എക്സ് കൂടുമ്പോൾ ഡെൽറ്റ പി കുറയും. ഡെൽറ്റ എക്സ് കൂടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൂരം ഇത് സ്പ്രെഡ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ വേവ് നേച്ചറാണ് അവിടെ പ്രിഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ കുറയും. അപ്പോൾ ഈ ഡി ബ്രോഫിൻ്റെ ഫോർമുലയും ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഈ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കൂടെ ഉള്ളൊരു കണക്ഷനാണ് കാണിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഒരു ഫുൾ ഫ്ലെഷ്ഡ് തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക. പിന്നീട് വരുന്നത് നമുക്കറിയാം, ഈ സ്പിൻ, നമ്മുടെ സാധാരണ വസ്തുക്കൾക്കൊക്കെ സ്പിൻ ഉണ്ട്. അവിടെ സ്പിൻ ഉണ്ടാവുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഘടകം ഉള്ളതുകൊണ്ടാണ്, പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് സ്പിൻ. പക്ഷേ തീരെ ചെറിയ പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് പോലുള്ള പാർട്ടിക്കിൾ, അതുപോലെ റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ, ഫോട്ടോൺസ്, ഇതിനൊക്കെ മാസ് ഒന്നുകിലില്ല അല്ലെങ്കിൽ തീരെ കുറവ്. ഇവിടെ ഇനേർഷ്യ ഫാക്ടർ വളരെ കുറവാണ്. പക്ഷേ അവിടെയും സ്പിന്ന് കയറി നമ്മൾ ഉപയോഗിക്കും. ക്വാണ്ടം മെക്കാനിക്സ് സ്പിന്നിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിന് കാരണം പ്രകൃതിയുടെ സ്വഭാവം സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആണ് സ്പിന്ന് പ്രകൃതി ഒരുക്കുന്നത്. അപ്പോൾ അവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇല്ല, അല്ലെ വളരെ കുറവാണെങ്കിലും സ്പിന്നൊരു ഘടകമാണ്. ആൻഡ് ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി ഓർ നേച്ചർ ഓഫ് ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി നേച്ചർ. അപ്പോൾ സ്പിന്ന് നമുക്ക് ഒഴിവാക്കി ക്വാണ്ടം മെക്കാനിക്സ് ചർച്ച ചെയ്യാൻ പറ്റില്ല. മറ്റൊരു പ്രത്യേകത, സർട്ടനിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ, അതായത് തീർപ്പ് കൽപ്പിക്കുക, വ്യക്തത എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിൽ പ്രതീക്ഷിക്കേണ്ട. അവിടെ തിയറി ഓഫ് പ്രോബബിലിറ്റിയാണ് ഉപയോഗിക്കുക. ഒരു സിസ്റ്റത്തിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എക്സൈറ്റഡ് ആകും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ അത് എനർജി എമിഷനൊക്കെ നടത്തും.
പക്ഷേ എപ്പോൾ ഇത് എത്ര സമയം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമെന്നോ ഏത് രീതിയിൽ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമെന്നൊന്നും നമുക്ക് സെർട്ടനായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രോബബിലിറ്റി അപ്രോച്ചേ പറ്റൂ. പ്രോബബിലിറ്റി അപ്രോച്ച് ആണെങ്കിലും ഈ മൈക്രോസ്കോപ്പിക് ലോകത്തെ എല്ലാ പ്രോസസ്സുകളും നമുക്ക് വളരെ ആക്യുറേറ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി വെൽ ഡിഫൈൻഡ് തിയറി ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി അപ്രോച്ച് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇങ്ങനെ ഞാൻ വളരെയേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെയുള്ള ചർച്ചകൾ നടത്തും. പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിന് ആവശ്യമായിട്ട് വരുന്ന മാത്മാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്മാറ്റിക്കൽ ഫിസിക്സിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇനി നമുക്ക് അടുത്ത പോസ്റ്റിങ് പോലെ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അങ്ങോട്ട് കടക്കാം, തിയറിയിലോട്ട് കടക്കാം. ഞാൻ ഡിഗ്രിക്കാർക്ക് വേണ്ടി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റിങ്സ് കുറേയേറെ നടത്തി പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടെ കാണുന്നത് ഗുണം ചെയ്യും. ഏൺ ഫസ്റ്റ് തിയറും ഒക്കെ അതിനകത്തുണ്ട്. നമുക്ക് മറ്റ് ബ്രാഞ്ചുകളിലേക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമുള്ള ഭാഗത്തേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയുടെ പോസ്റ്റിങ്ങും കൂടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കാണാൻ അപേക്ഷിക്കുന്നു. അടുത്ത പോസ്റ്റിംഗ് തൊട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറിയിലോട്ട് കടക്കാം. താങ്ക് യു.